ഈ കാണുന്നതാണ് എന്റെ ഹോസ്റ്റൽ റൂം. ഈ റൂമിന് ചില പ്രത്യേകതകളുണ്ട്. ഇതൊക്കെയാണ് ഞാൻ കാണിച്ചത്. രാവിലെ ഇതുപോലെ കിടന്നുറങ്ങുമ്പോഴായിരിക്കും സൂര്യൻ വന്ന് മുഖത്തേക്ക് ലൈറ്റ് അടിക്കുക. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പോയിട്ട് കർട്ടനടിയോ അതേപോലെ ജനലടക്കാനോ പോയാൽ എന്റെ ഉറക്കം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കട്ടിന്റെ അടിയിലായിട്ട് ഇതുപോലെ കുറച്ച് സ്വിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും കാണിച്ചു തരാം. ഒരു സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ജനൽ ഓട്ടോമാറ്റിക്കായി വന്ന് അടിയും. മറ്റൊരു സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കർട്ടൻ ഇടാനും പറ്റും. അതായത് എനിക്ക് കിടന്നുകൊണ്ട് ഇത് രണ്ടും ചെയ്യാം. നമ്മളിങ്ങനെ കിടന്നുറങ്ങുമ്പോഴായിരിക്കും ആരെങ്കിലും വന്ന് റൂമിന് തട്ടി എന്തെങ്കിലും സാധനം വേണമെന്ന് പറയാം. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് പോയി റൂം തുറക്കുകയാണെങ്കിൽ വീണ്ടും എന്റെ ഉറക്കം പോകും. അതുകൊണ്ട് വീണ്ടും ഞാനൊരു സ്വിച്ച് ഓൺ ചെയ്താൽ ഇതുപോലെ ലോക്ക് തുറന്നു കൊടുക്കും. കഴിഞ്ഞില്ല കേട്ടോ, ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മുടെ കട്ടിന്റെ അടിയിലായിട്ട് ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലെങ്കിലും കിടന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോണിൽ കളിക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ ഷൂവും ചെരുപ്പൊക്കെ പോളിഷ് ചെയ്യാൻ ഇതുപോലെ ഒരു സാധനം. അതേപോലെ സാധാരണയുടെയും ഇരട്ടി വേഗത്തിൽ ഷർട്ട് ഉണങ്ങാൻ വേണ്ടി ഒരു കറങ്ങുന്ന ഹാങ്ങർ. പിന്നെ നമ്മുടെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സുഖമായി കിടന്നുറങ്ങാനും 2 ഫാനും, അതേപോലെ രാത്രിക്കൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹാങ്ങിങ് ടേബിൾ ലാമ്പും, ഷെൽഫിന്റെ അകത്ത് ലൈറ്റും, റൂമിന്റെ ആംബിയൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നീല, പച്ച, ചുവപ്പ്, മഞ്ഞ കളറിലുള്ള LED ലൈറ്റ്സും, കൂടാതെ ബെഡിൽ കിടന്നുകൊണ്ട് നമ്മുടെ തല മസാജ് ചെയ്യാനുള്ള ഒരു സാധനവും, അതേപോലെ കാലിന്റെ അടി ചൊറിഞ്ഞു തരാനുള്ള ഒരു സാധനവും കൊടുത്തിട്ടുണ്ട്. കൂടാതെ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ റൂമിന്റെ ലൈറ്റ് മൊത്തത്തിൽ ഓഫ് ചെയ്യാൻ 2 സ്വിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ തണുപ്പ് പോവാതെ കൊക്കക്കോള, പെപ്സി, അതേപോലെ തണുത്ത വെള്ളമൊക്കെ വെക്കാനാണ്. ഇനി ബാക്കിയുള്ള സെറ്റപ്പ് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നതായി കാണാം. ഗുഡ് ബൈ.